Okay. After answer കിട്ടിയില്ല. ഞാൻ ഡിസ്കണക്ട് ആയി പോയിരുന്നു എൻ്റെ കണക്ഷൻ ഒന്നും. കുഴപ്പമില്ല. ആൻസർ ഒരു ക്ലോസ് ആൻസർ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? സിമ്പിളാണ്. ക്ലോസ് ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാ പാരാമീറ്റേഴ്സ് എനിവേ മിസ്സിംഗ് ആണെങ്കിൽ പോലും 200 എന്നൊരാൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 200. $20. ഓക്കെ ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എനിവേ ഇതിന് എന്താണ് ഇത് പറയുന്നുള്ളത്. എനിവേ നമുക്ക് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇൻപുട്ടിൽ എന്തെങ്കിലും ഇംപീഡൻസ് അല്ലെങ്കിൽ ഒരു സോഴ്സ് റെസിസ്റ്റൻസിനെ പറ്റി പറഞ്ഞിട്ടില്ല. ലോഡ് റെസിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട്. ബട്ട് നമുക്കറിയാം ഒരു സി ആംപ്ലിഫയറിൻ്റെ ഗെയിൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ ദ വോൾട്ടേജ് ഗെയിൻ എ വി എന്ന് പറഞ്ഞാൽ ശരിക്കും വരുന്നത് എന്തുവാണ്? പല കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട്. സോ വി കെ സേ ദാറ്റ് മൈനസ് ജി എം ഇൻറ്റു ആർ സി പാരലൽ ആർ എൽ പാരലൽ ആർ നോട്ട്. ഇതാണ്. സോ ഇഫ് ആർ എസ് ഈക്വൽ ടു 0, ആർ എസ് എന്തുവാണ് പറയുന്നത്? ആർ എസ് ഇത് സോഴ്സ് റെസിസ്റ്റൻസ് 0 ആണെങ്കിൽ ഒന്നും തന്നിട്ടില്ല, ഞങ്ങൾക്ക് അസ്യൂം ചെയ്യാൻ 0 ആണെന്നുള്ളത്. ഇതാണ് വരുന്നത്. ആർ നോട്ട് തന്നിട്ടില്ല, നമുക്ക് അസ്യൂം ചെയ്യാം അത് ഇൻഫിനിറ്റി ആണല്ലേ. ഒരു ഐഡിയൽ ആംപ്ലിഫയറിൻ്റെ അത് ഇൻഫിനിറ്റി ആണ്. സോ ദെൻ വി ഗെറ്റ് മൈനസ് ജി എം ഇൻറ്റു ആർ സി പാരലൽ ആർ എൽ. ആർ സി തന്നിട്ടില്ല, തന്നേക്കുന്ന ഈ ലോഡ് റെസിസ്റ്റൻസ് ആണ് തന്നേക്കുന്നത്. ഔട്ട്പുട്ടിലുള്ള ലോഡ് റെസിസ്റ്റൻസ് ആണ് തന്നേക്കുന്നത്. ഓക്കെ, ആർ സി തന്നിട്ടില്ല. നമുക്ക് കാണാം ആർ സി നമുക്ക് ഇല്ലാതെ നമുക്കൊരു ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഇനി ആർ സി അവിടെ ഉണ്ടായിരിക്കണം. സോ ഒരു മാക്സിമം ഗെയിൻ കിട്ടാൻ സാധ്യത എപ്പോഴാണ്? ദ മാക്സിമം ഗെയിൻസ് ഒബ്റ്റെയിൻ ഈ ഒരു കണ്ടീഷനിൽ വെൻ ആർ സി ഈക്വൽ ടു ആർ എൽ ആകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ കിട്ടുന്ന മാക്സിമം ഗെയിൻ കിട്ടുന്നത്. ആർ സി ഈക്വൽ ടു ആർ എൽ. ആർ എൽ ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിട്ട് കിടക്കുവാണല്ലോ, അതുകൊണ്ടാണ് പ്രശ്നം. ആർ എൽ എന്നൊരു വാല്യൂ ഉണ്ട്. ദാറ്റ് വാല്യൂ ഈസ് ഗിവൺ ആസ് 500 ohms. അപ്പോൾ നമുക്ക് ആർ സി എടുക്കാൻ പറ്റുന്ന മാക്സിമം എടുക്കാൻ പറ്റുന്ന അത്രയുള്ളൂ. ഏതെടുത്താലും 500 ഈക്വൽ ടു ആകുമ്പോഴത്തേന് മാക്സിമം ഗെയിൻ കിട്ടും. അത് കൂടി വാല്യൂ എടുത്തിട്ട് കാര്യമില്ല, വാല്യൂ കുറയത്തുള്ളൂ. ഓക്കെ, സോ ഇങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ജി എം കണ്ടുപിടിക്കണം. സോ ജി എം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ജി എം ഇസ് ഈക്വൽ ടു ഐ സി ബൈ വി ടി ആണ്. നമുക്കറിയാം വാട്ട് ഈസ് ഐ സി. ഐ സി ഇസ് ഗിവൺ ആസ് 4 മില്ലി ആംപിയർ ആൻഡ് വി ടി നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് 25 മില്ലി വോൾട്ട് എന്ന് എടുക്കാം. ദാറ്റ് ഈസ് 4/25 എന്ന് കിട്ടും. 4/25. സോ ആർ സി പാരലൽ ആറിൽ എടുത്ത് എത്ര കിട്ടും? 500 പാരലൽ 500 എന്ന് പറഞ്ഞാൽ നമുക്ക് 250 എന്ന് വരും. സോ ദ ഗെയിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ മൈനസ് 4/25 ഇൻറ്റു 500 പാരലൽ 500 ദാറ്റ് ഈസ് 250. ടോട്ടൽ കട്ട് ചെയ്യുകയാണെങ്കിൽ 10 എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് -40. ഓക്കെ, സോ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ് ഗെയിൻ നോക്കുകയാണെങ്കിൽ കിട്ടും മാഗ്നിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ് ഗെയിൻ 40 എന്ന് കിട്ടും. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഓൾമോസ്റ്റ് ക്ലോസ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് യു നെഗ്ലക്ട് ആർ സി, നമ്മളിപ്പോൾ സപ്പോസ് ആർ സി നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ മൈനസ് ജി എം ഇൻറ്റു ആർ എൽ എന്ന് വരും. ആർ എൽ ഇവിടെ എത്രയാണ്? 500 ആണ്. സോ നമുക്ക് എത്ര കിട്ടുന്നത്? എത്ര വരുന്നത് വാല്യൂ? വാല്യൂ നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഇഫ് കൺസിഡർ ഓൺലി ലോഡ് എടുക്കുകയാണെങ്കിൽ, ബട്ട് ഓർക്കുക വി ഹാവ് ടു കൺസിഡർ ആർ സി എനിവേ. ഓക്കെ ഫൈൻ. സോ അബ്ഡക്റ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ മേ ബി പി എസ് സിക്ക് വന്നു കഴിഞ്ഞാൽ മിക്കവാറും ക്വസ്റ്റ്യനൊക്കെ ക്യാൻസൽ ആക്കി പോകത്തുള്ളൂ. ഓക്കെ, ബിക്കോസ് ഇങ്ങനെയുള്ള കറക്റ്റായിട്ടൊരു പ്രോപ്പറായിട്ടൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നില്ല. സോ പല ആൻസേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, പല പല കണ്ടീഷനിലുള്ള ആൻസേഴ്സ് വന്നുകൊണ്ടിരിക്കും. സോ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ ഓർത്തിരിക്കും മിക്കവാറും ക്യാൻസൽ ആയി പോകുകയുള്ളൂ. യൂഷ്വലി കുറേ ക്വസ്റ്റ്യൻസ് അങ്ങനെ ക്യാൻസൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പി എസ് സി മിക്കവാറും വരാറുണ്ട്. ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ബട്ട് അത് പ്രീവിയസ്ലി ചോദിച്ച ക്വസ്റ്റ്യൻ എടുത്തിട്ടാണ്. അന്നത് ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നു. ബട്ട് മേ ബി അന്നാരും കംപ്ലൈൻറ്റ് കൊടുത്ത് കാണില്ല. ബട്ട് വി ക്യാൻ ഫയൽ എ കംപ്ലൈൻറ്റ് അഗേൻസ്റ്റ് ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്.
Okay, then next question is comparing BJT and FET. Compare here BJT and FET. FET occupies a space. FET requires more fabrication steps. FET shows higher offset voltage. FET has higher gain bandwidth product. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കുമല്ലോ, ഓൾറെഡി നിങ്ങൾ കമ്പാരിസൺ ഒക്കെ പഠിച്ചു വെച്ചേക്കുന്നതായിരിക്കും. അതുകൊണ്ട് കുഴപ്പമില്ല, സിമ്പിൾ അല്ലേ. FET ആൻഡ് BJT പറ്റിയുള്ള കമ്പാരിസൺ. ഓക്കെ, എന്താണ് ആൻസർ വരുന്നത്? FET ആൻഡ് BJT. FET shows higher offset voltage. എന്നോട് പറഞ്ഞ ഓപ്ഷൻ ഇതാണ്. എന്നോട് ഓപ്ഷൻ എ പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാവരും ബിയും ഡി ഒഴിവാക്കി നിന്നല്ലേ. സോ നമുക്കാർന്ന് നോക്കി എന്താ കാണുന്നത്? ഫസ്റ്റ് നോക്കിയാൽ കാണാം ഇത് ഹയർ ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രോഡക്റ്റ്. FETക്ക് എന്തുവാണ്? സോ ഈ ബാൻഡ്വിഡ്ത്ത് കൂടുതലുണ്ട് ബട്ട് ഗെയിൻ കുറവാണ്. സോ വി ടേക്ക് ദ ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രോഡക്റ്റ്. BJTക്കാളും കുറവാണ് മാർക്ക് FETക്ക് ഉള്ളത്. FETക്ക് ഗെയിൻ ബാൻഡ്വിഡ്ത്ത് കുറവാണ്. ഓക്കെ, ബിക്കോസ് ഗെയിൻ നിങ്ങൾ നോക്കിയാൽ കാണാം, ഗെയിൻ ഈസ് വെരി ഹൈ ഫോർ BJT എനിവേ. പിന്നെ എന്താ പറയുന്നത്, സെക്കൻഡ് ഓപ്ഷൻ നോക്കി കാണാം, FET റിക്വയർസ് മോർ ഫാബ്രിക്കേഷൻ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ പറയുന്നുണ്ട്. നോക്കി കാണാം, FETക്ക് ശരിക്കും പറഞ്ഞാൽ വെരി ഈസി ടു ഫാബ്രിക്കേറ്റ് ആയിട്ടുള്ളൊരു ഡിവൈസ് ആണ് FET എന്ന് പറയുന്നത്. അപ്പോൾ അത് BJT എന്ന് കമ്പയർ ചെയ്യുമ്പോൾ FET ഈസിയാണ് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ, അപ്പോൾ അതുമല്ല. പിന്നെ നോക്കിയ ഒരു ഓപ്ഷൻസ് ഡൗട്ട് വരുന്നത് എന്തുവാണ്? ഹയർ ഓഫ്സെറ്റ് വോൾട്ടേജ്. ഹൈ ഓഫ്സെറ്റ് വോൾട്ടേജ് ആയിരിക്കും. ഓഫ്സെറ്റ് വോൾട്ടേജ് നോക്കിയാൽ കാണാം, നമുക്കറിയാം BJT ഓൺ ആയിരിക്കും സാച്ചുറേഷനിലോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം VC സാറ്റ് എന്ന് പറയുന്ന അവിടെ എത്രയുണ്ട്? VC സാറ്റ് ദർ ഈസ് 0.2 വോൾട്ട് ഉണ്ട് അല്ലേ. വി ഹാവ് സം ഓഫ്സെറ്റ് വോൾട്ടേജ്. ഒരു മിനിമം കറണ്ട് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലോ ചെയ്യപ്പെടുന്നുണ്ട്. സോ ദർ ഈസ് സം ഓഫ്സെറ്റ് വോൾട്ടേജ് എപ്പോഴും ആർക്കുണ്ട്? നമ്മൾ BJTക്ക് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും. ബട്ട് FETക്ക് അങ്ങനെ കേസില്ല. നമുക്കാണെങ്കിൽ വോൾട്ടേജ് 0 ആക്കാം, ഓഫ്സെറ്റുകളൊക്കെ 0 ആക്കാം. ഗേറ്റ് ഈസ് എനിവേ നമുക്കറിയാം, ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഐസൊലേറ്റഡ് ആണ്. IG 0 ആണ്, ഗേറ്റ് കറണ്ട് 0 ആണ്. ദെർഫോർ ഓഫ്സെറ്റ് വോൾട്ടേജ് ശരിക്കും പറഞ്ഞാൽ FETക്ക് കുറവാണ്. ബട്ട് പിന്നെയുള്ള ഓപ്ഷൻ എന്തുവാണ്? FET ഓക്യുപ്പൈസ് ലെസ് സ്പേസ് ആണ്. നമുക്കറിയാം ഫാബ്രിക്കേഷൻ നമ്മൾ കൂടുതൽ ICs ഒക്കെ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് തന്നെ അല്ലേ ഈ പറഞ്ഞ FET അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടാണ്. സോ ലെസ് സ്പേസ് മതി FETക്ക് കമ്പയർ ടു BJT. സോ ആൻസർ എന്തുവാണ്? ഓപ്ഷൻ എ ആണ്. FET ഓക്യുപ്പൈസ് ലെസ് സ്പേസ് എന്നുള്ളതാണ് ആൻസർ, ഓപ്ഷൻ എ. ഓക്കെ, when this is related to differentiator, a ramp voltage V of t 100t is applied to an RC differentiator with R equal to 5 kilo ohm and C equal to 4 microfarad. The maximum output voltage is. റാമ്പ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണ് ഡിഫറൻഷിയേറ്ററിലോട്ട്. അങ്ങനെയാണെങ്കിൽ മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്.
ഓക്കെ, ഒരാൾ ഓപ്ഷൻ ബി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻ ബി 2 വോൾട്ട്. ഓക്കെ, ആർ സി ഡിഫറൻഷ്യേറ്റർ ആണല്ലേ. നമുക്കറിയാം ആർ സി ഡിഫറൻഷ്യേറ്റർ എന്ന് പറഞ്ഞാൽ സാധാരണ ഓപ്പംസ് ഒന്നും ഇല്ലാത്തതാണ് പറഞ്ഞേക്കുന്നത്. സോ വി ഹാവ് എ കപ്പാസിറ്റർ ആൻഡ് resistor. We are applying here input. We are taking output from here, V0. What is V0? V0 എന്താണ്? നമുക്കറിയാം ഡിഫറൻഷ്യേറ്റർ ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ ഒന്ന് രണ്ട് കണ്ടീഷൻസ് ഒന്നുണ്ടോ. ഒന്നെന്ന് പറയുന്നത് നമുക്കറിയാം ഇതുവഴി പോകുന്ന കറണ്ട്, സേ ദിസ് കറണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ അക്രോസ് ഫ്ലോ ചെയ്യുന്ന വോൾട്ടേജ് ഇത് വെരി നെഗ്ലക്റ്റഡ്, അല്ലെങ്കിൽ വളരെ ചെറുതായിരിക്കണം കമ്പയർ ടു ദിസ് വോൾട്ടേജ്. വി സി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് വളരെ കുറഞ്ഞിരിക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ അതാണ്. ദെൻ നമുക്കറിയാം നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന സം ഡിസൈൻ കണ്ടീഷൻസ് ഉണ്ട്. ആർ സിയുടെ വാല്യൂ ഷുഡ് ബി മച്ച് ലെസ് ദാൻ ഓർ പറയല്ലോ ഒമേഗ ഇൻറ്റു ആർ സി എന്ന് പറയുന്നത് ലെസ് ദാൻ സേ 0.1 എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ എടുത്താൽ മതി. അത് എടുത്തൊന്ന് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടും 0.0016 ടി എന്നൊക്കെ കിട്ടും. ടി എന്തുവാണ്? അപ്ലൈ ചെയ്യുന്ന സിഗ്നലിൻ്റെ ടൈം പീരീഡാണ്. ഓക്കെ, അപ്ലൈ ചെയ്യുന്ന സിഗ്നലിൻ്റെ ടൈം പീരീഡാണ് ടി എന്ന് പറയുന്നത്. ഇത് നമ്മൾ കണ്ടീഷൻ ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. സെക്കൻഡ് കണ്ടീഷൻ എന്തുമായിരിക്കണം? ഇവിടെ ഈ പറയുന്ന വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദിസ് ആർ എന്ന് പറയുന്നത് വെരി സ്മോൾ ആയിരിക്കും എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. അതായത് ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കറണ്ട് ത്രൂ ദി കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? അപ്പോൾ നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുക. നമുക്ക് നോക്കിയാൽ കറണ്ട് ത്രൂ കപ്പാസിറ്ററിന് എന്തുവാണ്? സി ഇൻറ്റു ഡി വി ബൈ ഡി ടി ആണ്. ഓക്കെ, ഡി വി സി ബൈ ഡി ടി ആണ്. വി സി എന്തുവാണ്? ദ വോൾട്ടേജ് അക്രോസ് ദി കപ്പാസിറ്റർ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ദിസ് വോൾട്ടേജ് ഈസ് ഓൾമോസ്റ്റ് വി ക്യാൻ നെഗ്ലക്റ്റ് ഓർ വെരി സ്മോൾ ആയിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? വിയും വി സിയും സെയിം ആയിരിക്കും. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ദിസ് കറണ്ട്, കപ്പാസിറ്റർ പോകുന്ന കറണ്ട് തന്നെയാണ് റെസിസ്റ്റൻസ് കൂടെ വരുന്നത്. സോ ദിസ് കറണ്ട് ഇൻറ്റു വാട്ട്? ആർ ആണ്. ആർ. സോ സി ഇൻറ്റു ഡി വി സി ബൈ ഡി ടി ഇൻറ്റു ആർ. ബട്ട് നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി വെരി ക്ലോസ് ടു വാട്ട്? ആർ സി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് the capacitor voltage is very close to what Vn, because we assume that നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ദിസ് ഡ്രോപ്പ് ഷുഡ് ബി വെരി സ്മോൾ. ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്ന വളരെ കുറവായിരിക്കണം. ഇവിടെ 10 വോൾട്ട് ഡ്രോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 0.1 വോൾട്ട് താഴെ ഡ്രോപ്പ് ചെയ്യാം. അതുപോലെ വളരെ കുറഞ്ഞ ഡ്രോപ്പ് ഉണ്ടാകും. then we can say that Vc is very close to what? Vn. ഓക്കെ, ഇപ്പോഴാണ് നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്നത്. നമ്മൾ ആ ഡ്രോപ്പ് കൂടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ വരും, വി ഇൻ മൈനസ് സം ഡ്രോപ്പ് കാണും അല്ലേ. ആ ഡ്രോപ്പിൻ്റെ വാല്യൂ കുറയ്ക്കുമ്പോഴായിരിക്കും നമുക്ക് ആ കപ്പാസിറ്റർ വോൾട്ടേജ് കിട്ടുന്നത്. ഇഫ് യു നെഗ്ലക്ട് ദിസ് വി ഗെറ്റ് മാക്സിമം ഔട്ട്പുട്ട്. ഇഫ് യു നോട്ട് നെഗ്ലക്റ്റിംഗ് ദിസ്, അങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ മാക്സിമം ആയിരിക്കത്തില്ല. ഇപ്പോൾ ചോദിക്കുന്ന വാല്യൂ മാക്സിമം ഔട്ട്പുട്ടിനെ പറ്റി ചോദിച്ചേക്കുന്നത്. സോ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആർ നമുക്കറിയാം എത്രയാണെന്നുള്ളത് 5K 4 മൈക്രോ ഫാരഡ് into d by dt of 100 t 100 volt at 10 raised to 5 into 5 into 10 raised to 5 എത്ര കിട്ടുന്നത്? 20 into 10 raised to minus 1 2. ഓക്കെ, ഓപ്ഷൻ ബി പറഞ്ഞതല്ലേ, രണ്ട് ആൻസർ പറഞ്ഞു. ഓപ്ഷൻ ബി എന്നുള്ളത്, ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. 2 ആണ്. ഓക്കെ, the next question is related to the signals എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. If the step response s of t, simple ആണ്, of an LTI system is given by 1 minus alpha into e raised to minus mu t, its impulse response h of t will be. സ്റ്റെപ്പ് റെസ്പോൺസ് നമുക്കറിയാവുന്നതായിരിക്കും. ഒരു ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം ആണ് വന്നേക്കുന്നത്, LTI സിസ്റ്റം. ഓക്കെ, നമുക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. റിലേഷൻ എന്തുവാണ് നമുക്കറിയാം. ദ ഇമ്പൾസ് റെസ്പോൺസ് h of t എന്ന് പറഞ്ഞാൽ എന്തുവാണ്?
they say that the derivative of what? Step response. Okay, step response എന്ത് ചെയ്താൽ മതി? ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഡിഫറൻഷിയേറ്റിംഗ് ദിസ് നമുക്ക് എന്ത് കിട്ടും? d/dt ഓഫ് ദിസ് എടുത്തു കഴിഞ്ഞാൽ 1 × 0 ആയിരിക്കും. സോ ആൽഫ മ്യൂ ഇൻറ്റു e⁻μt തന്നെ കിട്ടും അല്ലേ? സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ഇത്രയുള്ള കാര്യം. ദ സ്റ്റെപ്പ് റെസ്പോൺസിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് നമുക്ക് എന്ത് കിട്ടും? ഇമ്പൾസ് റെസ്പോൺസ് കിട്ടും. സോ കണ്ടീഷൻ ഓർത്തിരുന്നാൽ മതി. സോ ഇഫ് യു ഡിഫറൻഷിയേറ്റ് ദിസ് വിത്ത് t, 1 × 0 ആയിരിക്കും, മൈനസ് ആൽഫ എക്സ്പൊണൻഷ്യൽ മൈനസ് e⁻μt ഇൻറ്റു മൈനസ് മ്യൂ. സോ ഓപ്ഷൻ സി ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഓക്കെ. Then this is related to the energy of the signal. The signal is given x of t, 1 plus j exponential j pi t plus 5/4 for t 0 to 10. The energy of the signal x of t for 0 to 10 is given by infinity, 0, 20, 10. Directing ആയിട്ട് ചെയ്യാവുന്നതാണ് energy of a signal. X of t is given by 1 plus j exponential so നമുക്കറിയാം energy equation അല്ലേ? We know the equation of energy. It is 0 to infinity sum x of t square dt. ഇതാണ് സിഗ്നലിൻ്റെ എനർജി എന്ന് പറയുന്നത് അല്ലേ? The energy of the signal is what? 0 to infinity magnitude of x of t square. നോക്കിയാണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോഴത്തേക്കും അല്ലേ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് e⁻j⁻θ ആണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ് വരുന്നത്? 1. ഇനി മിച്ചമുള്ള 1 plus j ആണ്. 1 plus j എന്ന് പറഞ്ഞാൽ എന്തുവാണ്? സോ ദ ഇൻ്റർവെൽ 0 to infinity വേണ്ട, ഇത് -∞ ടു ഉണ്ട് കേട്ടോ. അതായത് ഇപ്പം തെറ്റാണ്. ഓൾ ഡ്യൂറേഷനിലാണ്, -∞ to infinity ആണ്. എനിവേ ഇവിടെ 0 to 10 ഡ്യൂറേഷനെ നമുക്കുള്ളൂ. സോ വാട്ട് ഈസ് മോഡുലസ് ഓഫ് 1 plus j? e⁻j⁻θ 1 ആയിട്ട് പോയി. സോ 1 plus j എന്ന് പറഞ്ഞാൽ √2 ആണ്. സോ √2ൻ്റെ സ്ക്വയർ dt. ദാറ്റ് ഈസ് 2 integral 0 to 10 dt. That is 2 into 10, 20. Option C ആണ് ആൻസർ. ഓക്കെ. ഇതേ മതി, ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻ ആ ഇക്വേഷൻ കാണുമ്പോൾ നമുക്ക് വലിയ സംഭവം, വലിയ ഇക്വേഷൻ ആണെന്നൊക്കെ വിചാരിക്കും. ബട്ട് one parameter is e⁻j⁻θ. The magnitude of e⁻j something theta is what? 1. അല്ല, cos theta plus I sin theta ആണ്. then 1 plus j മാത്രം മാഗ്നിറ്റ്യൂഡ് നമുക്ക് എടുത്താൽ മതി. 1 plus j മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? √2 ആണ്. √2ൻ്റെ സ്ക്വയർ എത്രയാണ്? 2 ആണ്. സോ 0 to 10 2 സ്ക്വയർ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് നമുക്ക് എത്ര കിട്ടും? 2 into 10, 10, 20 എന്ന് കിട്ടും. സോ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. Then this is related to amplitude modulation. The amplitude of a, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, നിങ്ങൾ ഓൾറെഡി കമ്മ്യൂണിക്കേഷൻ ഒക്കെ പഠിച്ചിരിക്കുന്നതല്ലേ. Amplitude of a sinusoidal carrier is modulated by a single sinusoid to obtain the amplitude modulated signal S of t. S of t വന്നിട്ടുണ്ട്, അത് മോഡുലേറ്റഡ് സിഗ്നൽ ആണ്. ഓക്കെ. The value of modulation index mu എത്രയാണ് ചോദിച്ചേക്കുന്നത്. So we have given a modulated signal വന്നിട്ടുണ്ട്. From that we have to find out the modulation index.
ഒന്നെങ്കിൽ സ്പെക്ട്രം വരച്ച് നോക്കിയിട്ട് you draw the spectrum and calculate the modulation index, or you try with the basic fundamental equation of AM. ഓക്കെ, രണ്ടും ഇതും ചെയ്യാം. ഒന്നെങ്കിൽ എൻ്റെ സ്പെക്ട്രം വരച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഏതാണ് എൻ്റെ കാരിയർ, ഏതാണ് എൻ്റെ സൈഡ് ബാൻഡ്സ് എന്ന് മനസ്സിലാകും. സോ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി സൈഡ് ബാൻഡ്സും കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം എത്ര വരിക എന്നുള്ളത് അല്ലേ. വി നോ ദ സ്പെക്ട്രം ഓഫ് ദി സ്പെക്ട്രം വരച്ച് നോക്കാൻ നമുക്ക് അറിയാം. സ്പെക്ട്രം വരച്ചിട്ട് you can find out the answer, or you can have the direct equation വെച്ചിട്ട് വേണമെങ്കിൽ ഫണ്ടമെന്റൽ ഇക്വേഷൻ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, പലരും ബി ആ പറഞ്ഞേക്കുന്നത്, പലരും കിട്ടി ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഫണ്ടമെന്റൽ ഇക്വേഷൻ വെച്ച് ചെയ്യുവാണെങ്കിൽ ഇതൊരു കൺവെൻഷണൽ എ എം വന്നേക്കുന്നത്. ഓക്കെ, അതിന് കാരണം എന്തുവാണ്, 3 സിഗ്നൽസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, വൺ ഈസ് ദി ഒരു മെയിൻ ഫ്രീക്വൻസി, സം ഫ്രീക്വൻസി ഉണ്ട്, ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയും കാണുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ജനറൽ ഇക്വേഷൻ വേണമെങ്കിൽ ചെയ്യാം. സോ ജനറൽ ഇക്വേഷൻ ഈസ് 1 AC ആംപ്ലിറ്റ്യൂഡ് ആണല്ലോ മോഡുലേറ്റ് ചെയ്യുന്നത് അല്ലേ. 1 + KA × M of t × cos ωct എന്ന് പറയുന്നതാണ് ജനറൽ ഫോം. ഇത് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്തിട്ട് എം ഓഫ് ടി എന്ന് പറയുന്ന ഒരു സിംഗിൾ സൈനുസോയിഡാണ് പറയുന്നത്. സോ വി ക്യാൻ പുട്ട് ഹിയർ AM cos ωt എന്ന് നമുക്ക് ഇവിടെ M × t നമുക്ക് എഴുതാം. ദെൻ യു എക്സ്പാൻഡ് ദിസ്, നമുക്ക് അതിൻ്റെ സം ടൈമും അതുപോലെ ഡിഫറൻസ് ടൈമും ആയിട്ട് കിട്ടും അല്ലേ. അപ്പോൾ K × AM എന്നൊരു ടൈം വരും. ആ ടൈം എന്തുവാണ്, അതാണ് നമ്മുടെ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് K × AM. ഓക്കെ, ദെൻ യു എക്സ്പാൻഡ് ദിസ്, നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുക. ഇവിടെ കോസ് ഒമേഗ, ഇവിടെ ഒരു കോസ് 1t, ഇവിടെ കോസ് ωct ഉണ്ട്. ദെൻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് സെയിം ഇക്വേഷൻ തന്നെ കിട്ടും. വിത്ത് സം നമ്മൾ ഉദ്ദേശിക്കുന്നത് AC-യിലും AM-ലും അല്ലെങ്കിൽ മ്യൂവിലും ഒക്കെ ആയിട്ട് ഇക്വേഷൻ കിട്ടും. ഞാൻ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. യു എക്സ്പാൻഡ് ദിസ്, മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ cos A + cos A × cos B ഫോർമുല അപ്ലൈ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒന്ന് കറക്റ്റായിട്ട് നമുക്ക് ഈ ഇക്വേഷൻ പോലെ തന്നെ ഇരിക്കും, വ്യത്യാസമൊന്നും കാണുകയില്ല. 2 പാരാമീറ്റർ വിത്ത് സെയിം ആംപ്ലിറ്റ്യൂഡ് വരും, ആൻഡ് 1 പാരാമീറ്റർ വിത്ത് ഡിഫറെൻറ്റ് ആംപ്ലിറ്റ്യൂഡ് വരും. ഇത് ആക്ച്വലി കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡായിട്ടായിരിക്കും കിടക്കുന്നത്. ബാക്കി രണ്ടെന്തോ ശരിക്കും സൈഡ് ബാൻഡ്സ് ആണ്. സോ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾ ചെയ്ത് നോക്കുക. യു ഗെറ്റ് 0.5 നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, മെജോറിറ്റി ആൻസർ കിട്ടിയോണ്ടാണ് ഞാൻ നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ, ജസ്റ്റ് ഈ പറയുന്ന ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ എക്സ്പാൻഡ് ചെയ്യുക, വേറെ ഒന്നും ചെയ്യാനില്ല. ദെൻ യു ഡയറക്റ്റ്ലി ഗെറ്റ് നിങ്ങൾക്ക് ആ സെയിം ഇക്വേഷനായിട്ട് തന്നെ വരും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് വ്യൂ കണ്ടുപിടിക്കാം. ഓർ ഇത് സെക്കൻഡ് മെത്തേഡ് എന്തുവാണ്, നമുക്ക് അതിൻ്റെ സ്പെക്ട്രം തന്നെ വരയ്ക്കാം. വി ക്യാൻ ഡ്രോ ദ സ്പെക്ട്രം ഓഫ് ദിസ് ഇക്വേഷൻ. ഓരോന്നിൻ്റെ ഇക്വേഷൻ്റെ സ്പെക്ട്രം വരച്ചാൽ മതി. സോ ഹിയർ വി കം AC/2, ഹിയർ ഈസ് AC × μ/4, AC × μ/4. ഇത് വെച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി മോഡുലേഷൻ ഇൻഡെക്സ്. നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. ദെൻ ഫൈൻഡ് ഔട്ട് ദി മോഡുലേഷൻ ഇൻഡെക്സ്. AC/2 വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഓർ അതിന് എന്ത് ചെയ്താൽ മതി, ഓരോന്നിൻ്റെയും ഫോറിയർ ട്രാൻസ്ഫോം എടുത്താൽ മതി കേട്ടോ. ഓരോ ടൈമിൻ്റെ നിങ്ങൾ എന്ത് ചെയ്യുക, യു ചേഞ്ച് ടു ദി ഫോറിയർ ഡൊമൈൻ. 5 cos 1600πt എന്നുള്ളതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ചെയ്യുന്നു, ഇതിനെ ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിൽ ഒരു ബാൻഡ് കൂടി ഉണ്ട്, ഞാൻ സൈഡ് ബാൻഡ് വരച്ചുള്ളൂ മാത്രം. വി ഹാവ് 2 സൈഡ് ബാൻഡ്സും കാണും, ബട്ട് നോർമൽ വരച്ചുള്ളൂ. ഓക്കെ, and the last question for this session is, what is the output of an LTI system when driven by the input x of t and when the impulse response h of t is given by h of t is equal to del of t plus del dash t. ഓക്കെ, നമ്മളൊരു എച്ച് ഓഫ് ടി എന്ന് പറയുന്ന LTI സിസ്റ്റത്തിൽ ഇൻപുട്ടായിട്ട് നമ്മൾ എക്സ് ഓഫ് ടി കൊടുക്കുകയാണ്. ദെൻ ദ ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഈസ് വൈ ഓഫ് ടി? വൈ ഓഫ് ടി എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. എച്ച് ഓഫ് ടി തന്നിട്ടുണ്ട്, എക്സ് ഓഫ് ടി ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണ്. ദെൻ വാട്ട് ഈസ് വൈ ഓഫ് ടി?
this system is a linear time invariant system, LTA system ആണ്. C എന്നൊരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. Any other answer other than C? Or വരാൻ റിപ്ലൈ എന്ന് പറയാം, പറ്റില്ല നിർത്തി പോയോ? What is y of t? Y of t is what? Y of t is h of t convolution x of t, right? Output is what? H of t convolution y of t. LTI system ആണ്. അപ്പോൾ കൺവോൾവ് ചെയ്ത് കിട്ടുന്നതായിരിക്കും y of t എന്ന് പറയുന്നത്. So that is h of t is given as del t plus del dash t convolution of what? x of t. ഇത് കിട്ടുന്നത് എങ്ങനെയാണ്? ഒരു എന്ന് പറയുന്നത് x of t convolution del t ആണ് ഒരു ടൈം. സെക്കൻഡ് ടൈം ഈസ് x of t convolution del dash t. So ഇങ്ങനെ ഒന്നും നിൽക്കും. സോ ആസ് പെർ ദ പ്രോപ്പർട്ടി ഓഫ് കൺവല്യൂഷൻ ആൻഡ് ഇമ്പൾസ് നമുക്ക് അറിയാവുന്ന പ്രോപ്പർട്ടി ഉണ്ടല്ലേ, എക്സ് ഓഫ് ടി കൺവല്യൂഷൻ ഡെൽ ഓഫ് ടി മൈനസ് ടി നോട്ട് എന്ന് പറയുന്നത് എന്തുവാണ്? എക്സ് ഓഫ് ടി മൈനസ് ടി നോട്ട് ആണ് അല്ലേ. എക്സ് ഓഫ് ടി കൺവല്യൂഷൻ ഡെൽ ഓഫ് ടി മൈനസ് ടി നോട്ട് എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി മൈനസ് ടി നോട്ട് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടൈം എന്തുമായിട്ട് വരും? എക്സ് ഓഫ് ടി കൺവല്യൂഷൻ ഡെൽ ഓഫ് ടി എന്ന് പറയുന്നത് ടി സെയിം ആസ് എക്സ് ഓഫ് ടി, കാരണം ഇവിടെ ഡിലേ 0 ആണല്ലോ. അപ്പം ഡെൽ ഓഫ് എക്സ് ഓഫ് ടി മൈനസ് 0 എന്ന് വരും. അപ്പോൾ എക്സ് ഓഫ് ടി എന്നായിട്ട് നമുക്കിത് കണ്ടുപിടിക്കണം. ഓക്കെ, ദിസ് ഈസ് എക്സ് ഓഫ് ടി കൺവല്യൂഷൻ ഡെൽ ഡാഷ് ടി ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, ഡെൽ ഡാഷ് ടി ആണ്. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കണം. എക്സ് ഓഫ് ടി കൺവല്യൂഷൻ ഡെൽ ഡാഷ് ടിയുടെ എന്താ വരുന്നത് നോക്കണം. സോ ദാറ്റ് എക്സ് ഓഫ് ടി കൺവല്യൂഷൻ ആക്ച്വലി എന്തുവാണ്? ഡി ബൈ ഡി ടി ഓഫ് ഡെൽ ഓഫ് ടി ആണ്, റൈറ്റ്. അപ്പോൾ നമ്മളിതിനെ ഇത് കൺവല്യൂഷൻ ഇൻ ടൈം ഡൊമെയിൻ ആണ്. നമ്മളിതിനെ ഫ്രീക്വൻസി ഡൊമെയിനായിട്ട് കൺവേർട്ട് ചെയ്യുവാണ്. നമുക്ക് എന്ത് എഴുതാം? എക്സ് ഓഫ് ജെ ഒമേഗ പ്രൊഡക്റ്റ് ഓഫ് വാട്ട്? ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് വാട്ട്? ഡി ബൈ ഡി ടി ഓഫ് ഡെൽ ഓഫ് ടി. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം എക്സ് ഓഫ് ജെ ഒമേഗ ഇൻറ്റു, സോ ഇത് നമുക്കൊരു പ്രോപ്പർട്ടി ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് വാട്ട്? ഡെറിവേറ്റീവ് ഓഫ് അല്ലേ ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം എന്തുവാണ്? പെയർ എന്ന് പറയുന്നത് ജെ ഒമേഗ ഇൻറ്റു എക്സ് ഓഫ് ജെ ഒമേഗ, വേർ എക്സ് ഓഫ് ജെ ഒമേഗ ഈസ് ദ ഫോറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ടി. നമുക്കിവിടെ വരുന്നത് എന്തുവാണ്? ജെ ഒമേഗ ഇൻറ്റു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദ സിഗ്നൽ ഈസ് ഡെൽ ഓഫ് ടി. ഡെൽ ഓഫ് ടി ഫോറിയർ ട്രാൻസ്ഫോം എത്രയാണ്? 1 ആണ്. സോ നമുക്കിതാ കിട്ടുന്നത് എക്സ് ഓഫ് ജെ ഒമേഗ ഇൻറ്റു j omega. What's the inverse Fourier transform of j omega into x of j omega? നമ്മൾ ഈ പറഞ്ഞു തന്നെയല്ലേ നോക്കിക്കേ, ജെ ഒമേഗ ഇൻറ്റു എക്സ് ഓഫ് ജെ ഒമേഗയുടെ ഇതാണ് നമ്മൾ കിട്ടിയേക്കുന്നത്. ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഓഫ് ടി ആണ്. സോ ദ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ജെ ഒമേഗ ഇൻറ്റു എക്സ് ഓഫ് ജെ ഒമേഗ ഈസ് വാട്ട്? ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഓഫ് ടി. ദാറ്റ് ഈസ് വാട്ട്? എക്സ് ഡാഷ് ടി. സോ ഫസ്റ്റ് ടൈം നമുക്ക് എന്താ കിട്ടിയിരുന്നത്? എക്സ് ഓഫ് ടി കൺവല്യൂഷൻ ഡെൽ ടി എന്ന് പറയുന്നത് നമുക്ക് എക്സ് ഓഫ് ടി എന്നും കിട്ടി. സിമിലർലി എക്സ് ഓഫ് ടി കൺവല്യൂഷൻ ഡെൽ ഡാഷ് ടി, ഡെൽ ഡാഷ് ടി എന്ന് പറയുന്നത് എന്ത് കിട്ടും? ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഡാഷ് ടി കിട്ടും. സോ ദ ആൻസർ ഈസ് സി, എക്സ് ഓഫ് ടി പ്ലസ് ഡെൽ ഡാഷ് ടി. ഓപ്ഷൻ സി ആണ് എൻ്റെ റൈറ്റ് ആൻസർ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. സോ നെക്സ്റ്റ് വീക്ക് നിങ്ങളുടെ എക്സാം ആണ്. അപ്പോൾ നിങ്ങൾക്ക്
ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുക. ഓക്കെ. There are many questions. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. There are n number of questions. ആൻഡ് നമുക്കറിയാം നമുക്കൊരു ടൈം ഡ്യൂറേഷനുള്ളിൽ ഫിനിഷ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. സേ 100 ക്വസ്റ്റ്യൻസ് നമുക്ക് കാണും. 75 മിനിറ്റ്സ് ആണുള്ളത്. നമ്മൾ റിലാക്സ് ചെയ്യുന്ന പോലെ നമുക്ക് ചിലപ്പോൾ അവിടെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ടൈം മാനേജ്മെൻറ്റ് നടത്തിയിട്ട് ചെയ്യേണ്ടി വരും. നോക്കിയിട്ട് ആ രീതിയിൽ നമ്മൾ ചെയ്യാം. ഓക്കെ. അപ്പം എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദി എക്സാമിനേഷൻ. ഓക്കെ സർ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചു. സർ, ട്രാൻസ്പോർട്ട് ഫാക്ടർ എന്ന് പറയുന്നത് ബേസ് ട്രാൻസ്പോർട്ട് ഫാക്ടർ എന്ന് പറയുന്നത് ബീറ്റ അല്ലേ? അല്ല, ബേസ് ട്രാൻസ്പോർട്ട് ഫാക്ടർ. ആ, ബേസ് ട്രാൻസ്പോർട്ട് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, BJT എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഫാക്ടർ എന്ന് പറഞ്ഞതാണ് എമിറ്റർ കറണ്ടിൻ്റെ എത്ര പോർഷൻ ഇങ്ങോട്ട് പാസ് ചെയ്ത് പോകുന്നുണ്ടെന്നുള്ളത് അല്ലേ? ഒരു കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ ചെയ്യുന്ന എങ്ങനെയാണ്, ഇവിടെ നിന്ന് എത്ര കറണ്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്ത് പോകുന്നുണ്ട്, എമിറ്റർ ടു ബേസിലോട്ട് എത്ര കറണ്ട് പാസ് ചെയ്ത് പോകുന്നുണ്ടെന്നുള്ളതാണ് ഒന്ന്. നിങ്ങൾ പറയുന്ന കറണ്ട് എന്ന് പറയുന്നത് ഇവിടെ ഒരു കറണ്ട് ഉണ്ട്, മൈനോറിറ്റി കാരിയർ കറണ്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്ത് പോകുന്നുണ്ട് അല്ലേ? PNP ട്രാൻസിസ്റ്റർ ആണെന്ന് വിചാരിച്ചു. ഒരു PNP ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ഐ തിങ്ക് ഇവിടുന്ന് സം മൈനോറിറ്റി കാരിയേഴ്സ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്ത് പോകുന്നുണ്ടാവും. അതുപോലെ തന്നെ കുറച്ച് ബേസ് കറണ്ടിൻ്റെ കുറച്ചുകൂടെ റീകോമ്പിനേഷൻ നടക്കുന്നുണ്ട്. മിച്ചുള്ള കറണ്ടാണ് കളക്ടറിലോട്ട് ഫ്ലോ ചെയ്ത് വൈസായിട്ട് പോകുന്നത്. നിങ്ങൾ ചോദിച്ചത് എന്തുവായിരുന്നു? ട്രാൻസ്പോർട്ട് ഫാക്ടർ ഓഫ് BJT. ട്രാൻസ്പോർട്ട് ഫാക്ടർ ഓഫ് BJT അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ ക്വസ്റ്റ്യൻ പറയാം. കാൽക്കുലേറ്റ് ദി ട്രാൻസ്പോർട്ട് ഫാക്ടർ ഓഫ് BJT ഇഫ് ട്രാൻസിറ്റ് ടൈം ഓഫ് ചാർജ് ത്രൂ ദി ബേസ് ഇസ് 1 microsecond. ട്രാൻസിറ്റ് ടൈം തന്നിട്ടുണ്ട് ത്രൂ ദി ബേസ് ഇസ് 1 microsecond and the minority carrier lifetime in the base region is 1 microsecond. അതിനൊരു ഇക്വേഷൻ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ട്രാൻസ്പോർട്ട് ഫാക്ടർ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ വേണ്ടിയാണ്. ഞാൻ നോക്കട്ടെ, ഞാൻ ട്രസ്റ്റ് ചെയ്തിട്ട് പറയാം എവിടെയുള്ള നോക്കിയിട്ട്. ഈ ട്രാൻസ്പോർട്ട് ഫാക്ടറിന് 2 ഉണ്ട്. ഒന്ന് എന്നുള്ളത് ഇതാണ്, എമിറ്ററിൽ ഇങ്ങോട്ട് ബേസിലോട്ട് ഫ്ലോ ചെയ്യുന്ന ഒരു കറണ്ട് ഉണ്ട്, അതൊരു ഫാക്ടറാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഈ ബേസിനുണ്ടല്ലോ അവിടെ റീകോമ്പിനേഷൻ നടക്കുന്നുണ്ട്, മൈനോറിറ്റി കറണ്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്ത് പോകുന്നുണ്ട്, അവിടെ ഒരു ഫാക്ടർ ഉണ്ട്. ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തുമായിരിക്കും? റീകോമ്പിനേഷൻ എന്ന ബേസിന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇത് വരുന്നത്. എത്ര ഫാക്ടർ അല്ലെങ്കിൽ എത്ര പോർഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇവിടെ ബേസിൽ റീകോമ്പിനേഷൻ ചെയ്യുന്നുണ്ടെന്ന് റിലേറ്റ് ചെയ്തിട്ടിരിക്കും ആദ്യത്തെ ഫാക്ടർ. മറ്റും അത് തന്നെയാണ്, എത്ര ഫാക്ടർ റീകോമ്പിനേഷൻ എന്ന് വെച്ചിട്ടായിരിക്കും അപ്പുറത്തോട്ടുള്ള കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇത് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് എന്തെങ്കിലും കാണും ഒരു മേ ബി ഈ പറയുന്ന ട്രാൻസ്പോർട്ട് ഫാക്ടറിനെ റിലേറ്റ് ചെയ്യുന്നത്. നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻസ് ആയിരിക്കും ചോദിക്കുന്നത് ഇവര് ഈ PSC ചോദിക്കുന്നത്. ഞാൻ കറക്റ്റ് നോക്കിയാൽ അറിയത്തുള്ളൂ. അത് ഈ EDCയുടെ ഏതെങ്കിലും ബുക്ക് എടുത്ത് നോക്കിയാൽ മതി നമുക്ക്. ഞാൻ ബുക്കിൽ നോക്കിയിട്ട് അത് കറക്റ്റ് എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഒരു ഈ ടൈം വെച്ചിട്ടുള്ള ഒരു ഇക്വേഷനെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് ഉണ്ടാവേണ്ട ആ റിലേഷൻ ഉണ്ട്. അതിന്റെ കുറെ കാര്യങ്ങളുണ്ട്. അതിന്റെ ആൽഫയും ബീറ്റയും എല്ലാം റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് എല്ലാം ഉണ്ട്, ഇല്ലാതെയൊന്നുമില്ല. ക്വസ്റ്റ്യൻ ഞാൻ സാറിന് അയച്ചു തരാം. ഓക്കെ, അയച്ചാൽ മതി. നോക്കട്ടെ, അതിന്റെ ആൻസർ തന്നേക്കാം. അത് ഡയറക്റ്റ് നോക്കാനുള്ള ആൻസർ ആയിരിക്കും. ഏറ്റവും ആ ഇക്വേഷൻ ഏതെങ്കിലും കൊടുക്കുക, ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കും ഉദ്ദേശിക്കുന്നത്. വേറെ അതിനൊന്നുമില്ല. ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്നതെല്ലാം. ഈ ട്രാൻസ്ഫർ ഫാക്ടറായിട്ട് റിലേറ്റ് ചെയ്യുന്നതല്ല. അല്ല, അങ്ങനെയല്ല ഈ മിക്കവാറും വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ PSC ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. വലിയ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അയച്ചാൽ ഞാൻ നോക്കിയിട്ട് അതിന്റെ ആൻസർ തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. ഇക്വേഷൻ തരാം. ഓക്കെ, ശരി. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു.